ചബഹാർ തുറമുഖത്തെ വികസിപ്പിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും ഇന്ത്യയാണ്. മധ്യേഷ്യയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാകിസ്ഥാനെ ഒഴിവാക്കിക്കൊണ്ട് വ്യാപാരം നടത്തുന്നതിനായി ഇന്ത്യക്ക് തന്ത്രപ്രധാനമായ വലിയൊരു പങ്കാണ് ഈ തുറമുഖത്തിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ US സേന ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന് നേരെ ആക്രമണം നടത്തുകയുണ്ടായി. US-ഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വീണ്ടും കടുത്തതിനെ തുടർന്നാണ് ഈ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ ചബഹാറിലെ മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവർ അമേരിക്ക തകർത്തു. ഇന്ത്യ നേരിട്ട് പ്രവർത്തിപ്പിക്കുന്ന ടെർമിനലിന് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിലും തുറമുഖത്തെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ, പിയറുകൾ എന്നിവയാണ് US ലക്ഷ്യമിട്ടത്. ഇന്ത്യക്ക് ഇത് വലിയ ഭീഷണി തന്നെയാണ്. സ്ഫോടനങ്ങളെ തുടർന്ന് പ്രദേശത്ത് കനത്ത വൈദ്യുത തടസ്സവും വാർത്താവിനിമയ തടസ്സങ്ങളും ഉണ്ടായി. കൺട്രോൾ ടവറിന് കേടുപാടുകൾ വന്നതും സുരക്ഷാ ഭീഷണിയും കാരണം തുറമുഖത്തിന്റെ ദൈനംദിന കപ്പൽ ഗതാഗതത്തെയും വ്യാപാര പ്രവർത്തനങ്ങളെയും ഇത് ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പാകിസ്ഥാനെ ഒഴിവാക്കി വ്യാപാരം നടത്താനുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പാതയാണ് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. ഈ യുദ്ധസമാനമായ അന്തരീക്ഷം കാരണം വലിയ പ്രതിസന്ധിയിലാണ് ഈ സംവിധാനം. US ആക്രമണം പ്രധാനമായും ഇറാൻ സൈന്യത്തിന്റെ സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നുവെങ്കിലും ഇന്ത്യ വലിയ തുക നിക്ഷേപിച്ച ഈ തുറമുഖത്തിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ഈ ആക്രമണം കനത്ത ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചബഹാർ തുറമുഖത്ത് ഇന്ത്യക്ക് നേരിട്ട് വലിയ തോതിലുള്ള നിക്ഷേപങ്ങളും പ്രവർത്തന പങ്കാളിത്തവുമുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ നയത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു പദ്ധതിയാണിത്. പ്രധാനമായും ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ കമ്പനി വഴിയാണ് ഇന്ത്യ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ചബഹാർ തുറമുഖത്തിന് 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്: ഷഹീദ് കലന്താരിയും ഷഹീദ് ബെഹസ്തിയും. ഇതിൽ ഷഹീദ് ബെഹസ്തി ടെർമിനലിന്റെ വികസനവും പ്രവർത്തന ചുമതലയുമാണ് ഇന്ത്യക്കുള്ളത്. ഇതിനായി 10 വർഷത്തെ ദീർഘകാല കരാറിലാണ് ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചിട്ടുള്ളത്. കപ്പലുകളിൽ നിന്ന് ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനായി വിവിധ സംവിധാനങ്ങളാണ് ഇന്ത്യ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഒന്നാമത്തേത് കണ്ടെയ്നർ ടെർമിനലുകളാണ്. ഇത് ചരക്ക് കണ്ടെയ്നറുകൾ വേഗത്തിൽ ഇറക്കാനും കയറ്റാനുമുള്ള 600 മീറ്റർ നീളമുള്ള ആധുനിക ഹാൻഡ്ലിംഗ് സംവിധാനമാണ്. രണ്ടാമത്തേത് മൾട്ടി പർപ്പസ് കാർഗോ ടെർമിനലാണ്. ഗോതമ്പ്, മറ്റ് ധാന്യങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ പൊതുവായ ചരക്കുകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സൗകര്യമാണിത്. ഹെവി പോർട്ട് യന്ത്ര സാമഗ്രികളാണ് അടുത്തത്. തുറമുഖത്തിന്റെ പ്രവർത്തനം സുഗമമാക്കാൻ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഭീമൻ യന്ത്രങ്ങളാണ് ഇന്ത്യ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. മൊബൈൽ ഹാർബർ ക്രെയിനുകളാണ് അടുത്തത്. കപ്പലുകളിൽ നിന്ന് ഭാരമേറിയ ചരക്കുകൾ ഉയർത്താൻ ഉപയോഗിക്കുന്ന വലിയ ക്രെയിനുകൾ ഇന്ത്യ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ന്യൂമാറ്റിക് അൺലോഡറുകളാണ് മറ്റൊരു സംവിധാനം. ധാന്യങ്ങൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ കപ്പലുകളിൽ നിന്ന് വളരെ വേഗത്തിൽ വലിച്ചെടുത്ത് പുറത്തേക്ക് മാറ്റാനുള്ള അത്യാധുനിക യന്ത്രങ്ങളാണിവ. ചബഹാർ തുറമുഖത്തെ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സഹേദൻ നഗരവുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈൻ നിർമ്മാണത്തിലും ഇന്ത്യക്ക് പങ്കാളിത്തമുണ്ട്. ഇന്ത്യൻ പൊതുമേഖലാ സ്ഥാപനമായ ഇർകോൺ ആണ് ഈ പാതക്കുള്ള സാങ്കേതിക സഹായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കുന്നതിൽ പങ്കാളികളാവുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇന്ത്യക്ക് വളരെ സുപ്രധാനമാവുന്നത്? പാകിസ്ഥാനെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് കടൽ മാർഗം ഇറാനിലെത്താനും അവിടെ നിന്ന് റോഡ്, റെയിൽ മാർഗം അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ചരക്കുകൾ എത്തിക്കാനും ഈ സംവിധാനങ്ങളിലൂടെ ഇന്ത്യക്ക് സാധിക്കുന്നു. ജൂലൈ 2-ാം വാരത്തിൽ US സൈന്യം ചബഹാർ തുറമുഖത്തെ മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവറും പരിസര പ്രദേശങ്ങളും ആക്രമിച്ച് തകർത്തത് ഇന്ത്യയുടെ തന്ത്രപരമായ ഈ നീക്കങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഒരു തുറമുഖത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് കപ്പലുകളുടെ വരവും പോക്കും നിയന്ത്രിക്കുന്ന കൺട്രോൾ ടവർ വളരെ അത്യാവശ്യമാണ്. ഈ കൺട്രോൾ ടവർ തകരുന്നത് കപ്പലുകൾക്ക് സുരക്ഷിതമായി ചബഹാറിലേക്ക് വരാനോ ചരക്കിറക്കാനോ കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാക്കും. ഇത് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തെയും അവിടെ നിന്നുള്ള കയറ്റുമതിയെയും അനിശ്ചിതത്വത്തിലാക്കിയേക്കാം. ഇന്ത്യൻ ജീവനക്കാരുടെയും തുറമുഖത്ത് ജോലി ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരുടെയും സുരക്ഷ ഇതോടെ വലിയ ഭീഷണിയിലാവും. ഇന്ത്യ ഈ പദ്ധതിക്കായി ഏകദേശം $120 മില്യൺ അഥവാ 1000 കോടി രൂപയിലധികം നേരിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ തുറമുഖത്ത് എത്തിച്ചിട്ടുള്ള ഭീമൻ മൊബൈൽ ഹാർബർ ക്രെയിനുകൾ, മറ്റ് ആധുനിക യന്ത്രങ്ങൾ എന്നിവ ആക്രമണ മേഖലയ്ക്ക് തൊട്ടടുത്തായതിനാൽ ഇവ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇറാനെതിരെ അമേരിക്ക
സൈനിക നീക്കം ശക്തമാക്കുമ്പോൾ ഇന്ത്യക്ക് ഇതുമൂലം വലിയൊരു നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാകുന്നു. ഇറാനിലെ ചബഹാർ തുറമുഖം ഇന്ത്യയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ്. അമേരിക്കൻ ആക്രമണം കാരണം ഈ പദ്ധതി തകരാറിലാവാൻ ഇടയായാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരിട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിലും തുറമുഖത്തിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കൺട്രോൾ ടവർ തകർന്നതുവഴി ചബഹാർ പദ്ധതിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ട വലിയ വ്യാപാര കുതിപ്പ് താൽക്കാലികമായെങ്കിലും സ്തംഭിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കൻ സഖ്യസേനകൾ ഇറാനിൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ, അതായത് ജൂലൈ 15-16 തീയതികളിൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ സെയ്ക്കെ എന്ന നാമത്തിലാണ് ഇറാൻ ഈ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നത്. അമേരിക്കക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഇറാൻ നടത്തിയ പ്രധാന ആക്രമണങ്ങളെ കുറിച്ച് നോക്കാം. ഒന്ന്, ജോർദാനിലെ അൽ അസ്രഖ് താവളത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടന്ന ഏറ്റവും വലിയ ആക്രമണങ്ങളിൽ ഒന്നാണിത്. സ്ഫോടക വസ്തുക്കൾ നിറച്ച കെമിക്കാസ് ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഇറാൻ സൈന്യം ഇവിടെ ആക്രമണം നടത്തിയത്. താവളത്തിലെ പ്രധാന റഡാർ സംവിധാനം, കമ്മ്യൂണിക്കേഷൻ ടവർ, ഇന്ധന സംഭരണശാലകൾ എന്നിവ ഡ്രോൺ ആക്രമണത്തിൽ തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ട്. രണ്ടാമത്തേത് കുവൈത്തിലെ അലി അൽസലേം താവളത്തിന് നേരെയാണ്. US വ്യോമസേനയുടെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന താവളങ്ങളിലൊന്നായ അലി അൽസലേം ബേസിന് നേരെ വീണ്ടും ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. താവളത്തിലെ റഡാർ സംവിധാനങ്ങളെയും അമേരിക്കയുടെ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ മിസൈൽ ബാറ്ററികളും തങ്ങൾ തകർത്തുവെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു. മൂന്നാമത്തേത് ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ താവളത്തിന് നേരെയാണ്. US നാവികസേനയുടെ ശക്തമായ സാന്നിധ്യമുള്ള ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ വ്യോമതാവളത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. US സൈനിക കേന്ദ്രങ്ങളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഈ പ്രത്യാക്രമണം. ഇറാനിലെ മിലിറ്ററി ബാരക്കുകൾക്ക് നേരെ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ 7 ഇറാൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് കുവൈത്ത്, ബഹ്റൈൻ, ജോർദാൻ എന്നീ 3 രാജ്യങ്ങളിലെയും US താവളങ്ങൾക്ക് നേരെ ഇറാൻ ഒരേ സമയം ആക്രമണം അയച്ചുവിട്ട് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയത്.